നമസ്കാരം. DSMC മീഡിയയിലൂടെ പാടാം പഠിക്കാം എന്ന സീരീസിൽ നിങ്ങൾ പങ്കെടുക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ക്രിസ്തീയ കീർത്തനത്തിലെ വിവിധ ഗാനങ്ങൾ, അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗങ്ങൾ, അതെങ്ങനെ ആലപിക്കാം എന്നുള്ള രീതിശാസ്ത്രം, ഇവയാണ് കഴിഞ്ഞ വീഡിയോസിലൂടെയൊക്കെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചത്. ഇന്ന് ക്രിസ്തീയ കീർത്തനത്തിലെ മറ്റൊരു ഗാനവുമായാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. എല്ലാവരെയും സസ്നേഹം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാടാം പഠിക്കാം. കർണാടക സംഗീതത്തിൽ പല സവിശേഷതകളിൽ ഒന്ന് അതിൻ്റെ രാഗത്തിൻ്റെ സവിശേഷതകളാണ്. എണ്ണമറ്റ രാഗങ്ങളാണ് കർണാടക സംഗീതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓരോ രാഗങ്ങളെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ശ്രമകരമായ അധ്വാനമാണ്. എന്നാൽ വളരെ പരിചിതമുള്ളതും ജനകീയമായതുമായ ചില രാഗങ്ങളാണ്, അവയിൽ ചിട്ടപ്പെടുത്തിയ കീർത്തനങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതും. ക്രിസ്തീയ കീർത്തനത്തിലെ 80-ാമത്തെ കീർത്തനം യേശു നായക ശ്രീശ നമോ നമോ എന്ന കീർത്തനമാണ് ഇന്ന് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർണാടക സംഗീതത്തിലെ 29-ാം മേളകർത്ത രാഗമായ ശങ്കരാഭരണം ഏറെ സവിശേഷതയാർന്ന ഒരു രാഗമാണ്. അനേക കൃതികൾ ചിട്ടപ്പെടുത്തുകയും ആലാപന ശൈലിയിൽ വ്യത്യസ്തതയും സ്വീകാര്യതയും ഉളവാക്കുവാൻ കഴിയുന്നതുമായ രാഗമാണ്. സഭാസംഗീതത്തിൽ ശങ്കരാഭരണം എന്ന രാഗത്തിന് വളരെയധികം ആകർഷണീയതയുണ്ട്. സിംഹഭാഗം പാട്ടുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം തന്നെയാണ്. ശങ്കരാഭരണം എന്ന രാഗം ഒരുപക്ഷെ നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ആ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന പല കീർത്തനങ്ങളും ഗീതങ്ങളുമൊക്കെയാണ് നമ്മൾ ദിവസം തോറും ആരാധനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കുമൊക്കെയായി ആലപിക്കാറുള്ളത്. ഈ രാഗത്തിലാണ് ക്രിസ്തീയ കീർത്തനത്തിലെ 80-ാമത്തെ കീർത്തനം യേശു നായക ശ്രീശ നമോ നമോ എന്ന കീർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ആലാപന ശൈലി, അതിൻ്റെ പ്രയോഗങ്ങൾ, ഇവയെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ശങ്കരാഭരണം എന്ന രാഗം കർണാടക സംഗീതത്തിലെ 29-ാം മേളകർത്ത രാഗമാണ്. സ്വരസ്ഥാനങ്ങൾ പരിചയപ്പെടാം. സരി ഗ മ പ ധ നീ സ സ നീ ധ പ മ ഗ രി സ. ഷഡ്ജം ചതുശ്രുതി ഋഷഭം, അതായത് 2-ാമത്തെ റി. അന്തരഗാന്ധാരം 2-ാമത്തെ ഗ. ശുദ്ധ മധ്യമം 1-ാമത്തെ മ. പഞ്ചമം ചതുശ്രുതി ധൈവതം 2-ാമത്തെ ധ. കാകളി നിഷാദം 2-ാമത്തെ നി. അങ്ങനെ സ്വരങ്ങൾ ചേർന്ന് വരുന്നതാണ് ശങ്കരാഭരണത്തിൻ്റെ ആരോഹണം അവരോഹണം. ഒരിക്കൽ കൂടി ആരോഹണം അവരോഹണം പാടാം. അതിലെ ഗമകങ്ങളുടെ പ്രയോഗം എങ്ങനെ വരുന്നെന്നും ശ്രദ്ധിക്കുക. സ രി ഗ മ പ ധ നീ സ സ നി ധ
ഗരി സ. ഷഡ്ജം പഞ്ചമം ഈ രണ്ട് സ്വരങ്ങൾക്ക് ഗമകം അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം അത് സ്ഥിര സ്വരങ്ങളാണ്, സ്റ്റേബിൾ നോട്ട്സ് ആണ്. അതിനെ ഒരിക്കലും വേവർ ചെയ്യാൻ പാടില്ലാത്തതായതുകൊണ്ട് സായും പായും സ്ട്രെയിറ്റ് നോട്ടിലെ പാടാൻ സാധിക്കുകയുള്ളൂ. ഋഷഭം, ഗാന്ധാരം, മധ്യമം, ധൈവതം, നിഷാദം ഈ 5 സ്വരങ്ങൾ നമുക്ക് ഗമകം കൊടുത്ത് പാടാനുള്ള സ്വാതന്ത്ര്യം ശങ്കരാഭരണത്തിലുണ്ട്. അത് പ്രത്യേക വിധത്തിലാണ് ഗമകം അതിൽ അപ്ലൈ ചെയ്യേണ്ടത്. സരീക്ക് ഗമകം ഓസിലേഷൻ, റീ ഗമ. മധ്യമത്തിന് ഗായോട് ചേർന്ന് ഗമ പധ. പഞ്ചമത്തോട് ചേർന്ന് ധൈവതത്തിന് ഓസിലേഷൻ കൊടുക്കും. നിഷാദം ഷഡ്ജത്തോട് ചേർന്ന് നിൽക്കുന്ന നോട്ടാണ് ഉപയോഗിക്കുന്നത്. കാകളി നിഷാദമെന്ന് പറയുമെങ്കിലും ഷഡ്ജത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു മൈക്രോ നോട്ടാണ് നിഷാദത്തിന് ഉപയോഗിക്കുന്നത്. അവരോഹണത്തിൽ രാഗ ആലാപനത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്വരങ്ങളുടെ സഞ്ചാരം എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സരി ഗമ 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 പമ ഗമ ഗ പമ ഗമ പദ പമ ഗ ഗമ ഗരി ഗ സാരി ഗമ ഗ ഗമ പ പ പദ പദ മ ഗമ പദ മ ഗമ ഗരി സാരി ഗ ഗമ ഗരി സാരി സ സനിധ പാധനി സരി സ രി ഗമ പ മ ഗമ പ മ ഗമ ഗ മമ ഗ ഗരി രി സരി സ ധരന നര ക്രിസ്തുകീർത്തനത്തിലെ 80-ാമത്തെ ഗീതം. യേശു നായിക ശ്രീഷ നമോ നമോ. സംഗീതത്തിനും സാഹിത്യത്തിനും തുല്യ പ്രാധാന്യമുള്ള ഒരു കീർത്തനമായിട്ട് ഇത് പരിഗണിക്കപ്പെടുന്നു. മധ്യ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നവീകരണത്തിൻ്റെ കാറ്റ് വീശുന്ന മലയാളക്കരയിൽ ക്രൈസ്തവ കൈരളിക്ക് മഹാകവി KV സൈമൺ സംഭാവന ചെയ്ത ഈ ഗാനത്തിന് വളരെയധികം സാഹിത്യത്തിൻ്റെ പ്രാധാന്യം നിർവചിക്കപ്പെട്ട ഒരു കീർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രാവീണ്യവും അതേസമയം ദൈവവചന അധിഷ്ഠിതമായ വിശ്വാസവും കൂടാതെ ദൈവശാസ്ത്രത്തിൻ്റെ ഉൾക്കാഴ്ചകളും ഒരുപോലെ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന സാഹിത്യ രൂപമാണ് ഈ കൃതിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലെ വാക്കുകൾ പലതും നമുക്ക് അപരിചിതമോ നമുക്ക് അറിയാൻ പാടില്ലാത്തതുമായതാണ്. എന്നാൽ ഈ ഗാനം നമ്മൾ പാടുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാറുള്ളതിനാൽ ഇതിൻ്റെ ശരിയായ പ്രയോഗവും അതിൻ്റെ രീതികളും മനസ്സിലാക്കുന്നതിന് ശ്രമിക്കേണ്ടത് ആവശ്യവുമാണ്. മഹാകവി KV സൈമന്റെ സംഭാവനയായ ഈ കീർത്തനം ശ്രദ്ധയോടെ ഉച്ചാരണ ശുദ്ധിയോടെ ആലപിക്കേണ്ടതും ആവശ്യമാണ്. യേശുനായക ശ്രീശ നമോ നമോ നാശവാരണ സ്വാമിൻ നമോ നമോ
മൂഷപൂജിതരൂപ നമോ നമോ മഹീപാദ. യേശുനായക ശ്രീശ നമോ നമോ നാശവാരണ സ്വാമി നമോ നമോ മൂഷപൂജിതരൂപ നമോ നമോ മഹീപാദ. ഒന്നാമത്തെ ചരണം ഇങ്ങനെയാണ് അതിൻ്റെ സാഹിത്യം വരുന്നത്. ഇനിയും അതിൻ്റെ സ്വരങ്ങളുടെ ക്രമീകരണം എങ്ങനെയാണ്, ശങ്കരാഭരണത്തിൽ എങ്ങനെയാണ് ഇത് ആലപിക്കേണ്ടത് എന്നതും നമുക്ക് പഠന വിധേയമാക്കാം. യേശുനായക സസധ സരി ഗ ഗ സസധ സരി ഗ ഗ രി ഗ ഗ ഗ മഗരി. യേശുനായക ശ്രീശ രി ഗ ഗ ശ്രീശ നമോ നമോ രി ഗ ഗ ഗ മഗരി മഗരി നമോ. ചേർത്ത് പാടുമ്പോൾ യേശുനായക സസദ സരി ഗ ഗ ശ്രീശ നമോ നമോ രി ഗ ഗ ഗ മഗരി നാശ ഗഗരി ഗ നാശ ഗഗരി ഗ വാരണ മാ പാപ വാരണ മാ പാപ സ്വാമി നമോ നമോ മപ മഗരി ഗരി സനി സ്വാമി മപ മഗരി ഗരി സനി സ്വാമി നമോ നമോ സനി. മൂഷപൂജിത സസരി രി 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 മൂഷ സസരി രി 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 രി. അവിടെ ഗമകത്തിന്റെ നല്ല പ്രയോഗം കാണാനായി സാധിക്കും. സസരി രി 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 മൂഷപൂജിത രൂപ നമോ നമോ മാ പാ മഗരി സനി മാ പാ മഗരി സനി രൂപ നമോ നമോ മഹീ സരി ഗഗമഗ പാ ഗഗമഗ പാ ഗഗമഗ ഗഗമ പരി സ മഹീപാദ മഹീപാദ. അതിലെ സ്വരങ്ങൾ, അത് സംഗതികൾ നന്നായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു പോർഷനാണ്. മഹീപാദ സരി ഗഗമ ഗഗമ പരി സ എന്നാണ് അതിൻ്റെ സ്വരങ്ങൾ വരുന്നത്. സ്വരങ്ങൾ കൂടുതലും സാഹിത്യത്തിൻ്റെ അക്ഷരങ്ങൾ കുറവുമായതിനാലാണ് സംഗതികൾ കൂടുതൽ അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മഹീ സരി ഗഗമ ഗഗമ പരി സ പാദ. ചേർത്ത് പാടുമ്പോൾ യേശുനായക ശ്രീശ നമോ നമോ സസദ സരി ഗ ഗ രി ഗ ഗ ഗ മരി നാശവാരണ സ്വാമി നമോ നമോ ഗഗരി ഗ മാ പാപ മപ മഗരി ഗരി സനി മൂഷപൂജിതരൂപ നമോ നമോ സസരി രി 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 മാ പാ മഗരി സനി
മൂഷ പൂജിത രൂപ നമോ നമോ മഹീപാദ സരി ഗഗമ ഗഗമ പരീസ. അതാണ് ഒന്നാമത്തെ ചരണത്തിൻ്റെ സാഹിത്യവും സ്വരങ്ങളും. രണ്ടാമത്തെ ചരണവും ഇതേ രീതി തന്നെയും ഇതേ ട്യൂൺ തന്നെയുമാണ് പിന്തുടരുന്നത്. എല്ലാ ചരണങ്ങളും എല്ലാ പാദങ്ങളും ഇങ്ങനെ തന്നെയാണ് പാടേണ്ടത്. അതിനാൽ ഒരു ചരണം പഠിച്ചാൽ ബാക്കി എല്ലാ ചരണങ്ങളും കൃത്യമായി പാടാൻ സാധിക്കും. രണ്ടാമത്തെ ചരണത്തിൽ മാനുവേലനെ പാഹി നമോ നമോ മാനവസുതവർയ നമോ നമോ ദീനവത്സല ക്രിസ്തോ നമോ നമോ ദിനമാകെ. മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ആ സ്വരങ്ങളും പാടേണ്ടത്. ഒന്നും രണ്ടും ചരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ പാടാനായി ശ്രമിച്ചത്. രണ്ടാമത്തെ ചരണം ഒരിക്കൽ കൂടി ഒന്ന് പാടി അവസാനിപ്പിക്കാം. മാനുവേലനെ പാഹി നമോ നമോ മാനവസുതവർയ നമോ നമോ ദീനവത്സല ക്രിസ്തോ നമോ നമോ ദിനമാകെ. ഇപ്രകാരം ഈ കീർത്തനം പാടാനും പഠിക്കാനും ശ്രമിക്കണം. പ്രാക്ടീസ് ചെയ്യാനായി നിങ്ങൾ സമയമെടുക്കണം. ഇതിൻ്റെ കൃത്യമായ അനുപാതത്തിലും രീതിയിലും ഇത് പഠിച്ച് പാടുവാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ശങ്കരാഭരണം എന്ന രാഗത്തെയും അതിൻ്റെ പ്രയോഗത്തെയും ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഈ കീർത്തനത്തെയും നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിന് ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തട്ടെ. താങ്ക് യു. യേശുനായക ശ്രീശ നമോ നമോ നാശവാരണ സ്വാമിൻ നമോ നമോ മോശ പൂജിത രൂപ നമോ നമോ മഹീപാദ. യേശുനായക ശ്രീശ നമോ നമോ നാശവാരണ സ്വാമിൻ നമോ നമോ മോശ പൂജിത രൂപ നമോ നമോ മഹീപാദ. മാനുവേലനെ പാഹി നമോ നമോ മാനവസുതവർയ നമോ നമോ ദീനവത്സല ക്രിസ്തോ നമോ നമോ ദിനമാകെ. കുഷ്ഠരോഗവിനാശ നമോ നമോ തുഷ്ടി നൽകുമെന്നീശ നമോ നമോ ശിഷ്ടപാലക വന്ദേ നമോ നമോ ദിവ്യപീഠ.
മേൽ നടന്നോനേ നമോ നമോ, ശേഷിയറ്റവർക്കീശാ നമോ നമോ, ഊഴിമേൽ വരും നാഥ നമോ നമോ, തൊഴു കൈയായി. സ്വസ്തികാവിദ്ധദേഹ നമോ നമോ, തുഷ്ടരക്ഷണശീല നമോ നമോ, ശസ്തമസ്തുതേ നിത്യം നമോ നമോ, ബഹുഭൂയാ.